92 കിലോ ഭാരമുള്ള ഒരു ചേട്ടന് കഴിഞ്ഞ 4 മാസമായിട്ട് കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഉറക്കമൊക്കെ വരും. പക്ഷേ കൃത്യം 1 2 മണിക്കൂർ കഴിഞ്ഞാൽ ഉറക്കം തീരും. പിന്നെ എണീക്കേണ്ടി വരും. പിന്നെ ഉറക്കം വരാറുമില്ല. ഇദ്ദേഹം ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്തത് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇദ്ദേഹത്തിൻ്റെ ഓവർ വെയ്റ്റും ഹൈ കൊളസ്ട്രോൾ ലെവലും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം രാത്രി ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുന്നുണ്ടോ, അത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം സമ്മതിച്ചത് കഴിഞ്ഞ 10 വർഷമായിട്ട് കൂർക്കം വലി കുറച്ച് കൂടുതൽ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ വൈഫും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ഉറക്കം തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ എണീക്കേണ്ടി വരും. പിന്നീട് വീണ്ടും ഉറങ്ങാൻ സാധിക്കാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 4 മാസമായിട്ടാണ് ഉറക്കം കംപ്ലീറ്റ് ആയിട്ടും നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിന് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സിനേക്കാളും ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് CPAP ആയിരുന്നു. അതായത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർ പ്രഷർ ഉപയോഗിക്കുന്ന മാസ്കുകളാണ്. ഇദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ളത് സ്ലീപ്പ് ഏപ്നിയ കാരണമാണ്. അതിന് മെലറ്റോണിൻ സപ്ലിമെൻറ്റ്സിന് യാതൊരു റോളും ഇല്ല. ഇന്നത്തെ വീഡിയോ സ്ലീപ്പ് ഏപ്നിയ എന്താണ്, ഹാർട്ട് അറ്റാക്കിനേക്കാളും കൂടുതൽ നമ്മൾ കെയർഫുൾ ആവേണ്ടത് സ്ലീപ്പ് ഏപ്നിയൻ്റെ കൺട്രോളിനെ കുറിച്ചും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ആലോചിച്ചിട്ടാണ്. എന്താണ് ഈ സ്ലീപ്പ് ഏപ്നിയ, ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഈ CPAP എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലീപ്പ് ഏപ്നിയ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. സ്ലീപ്പ് ഏപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിൻ്റെ ഇടയിലൂടെ ടെമ്പററി ആയിട്ട് പോസ് ബട്ടൺ ഞെക്കുന്ന പോലെ ശ്വാസം എടുക്കുന്നത് കുറച്ച് സമയത്തേക്ക് പോസ് ആവുന്നതാണ്. ഇതൊരു തരത്തിലുള്ള സ്ലീപ്പ് ഡിസോർഡർ ആണ്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയയിൽ ശ്വാസം നമ്മളുടെ മൂക്കിലൂടെ കയറി ലങ്സിലേക്ക് എത്തുന്ന എയർവേസ് ഉണ്ട്, അവിടെ ഒബ്സ്ട്രക്ഷൻ ആണ് ഉണ്ടാവുന്നത്. ഈ ഒബ്സ്ട്രക്ഷൻ കാരണം ടെമ്പററി ആയി കുറച്ച് സമയത്തേക്ക് ഇവരുടെ ശ്വാസം എടുക്കുന്നത് നിൽക്കും. ഇത് കാരണം പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഇങ്ങനെ കുറച്ച് സമയത്തേക്ക് ബ്രീത്തിങ് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ബ്രെയിന് വീണ്ടും ബ്രീത്തിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ആഴത്തിലുള്ളൊരു ശ്വാസം എടുക്കാൻ നമ്മളെ ബോഡീന് സിഗ്നൽസ് കൊടുക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ വേണ്ടി എണീക്കും, ഇവരുടെ ഉറക്കം നഷ്ടപ്പെടും, പിന്നെ അവർ വീണ്ടും ഉറങ്ങും. ഇങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ് ഇവരുടെ രാത്രി സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് സമയം ഉറങ്ങും, ടെമ്പററി ആയി കുറച്ച് സമയം ശ്വാസം എടുക്കുന്നത് നിൽക്കും, പിന്നീട് പെട്ടെന്നായിരിക്കും ആഴത്തിലുള്ള ശ്വാസം വലിക്കുന്നതും എണീക്കുന്നതും, പിന്നീട് അവർ വീണ്ടും കിടന്നുറങ്ങും. ഇത് കാരണം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയുള്ള അധികം ആൾക്കാർക്കും അവരുടെ ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. ഇങ്ങനത്തെ ഒരു സൈക്കിൾ രാത്രി സമയത്ത് ഫുൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ ഡീപ്പ് സ്ലീപ്പാണ് നഷ്ടപ്പെടുന്നത്. ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കാൻ നിലയ്ക്കുന്ന സമയത്ത് അത് ടെമ്പററി ആണെന്നുണ്ടെങ്കിലും ഇവരുടെ രക്തത്തിലേക്ക് ഓക്സിജൻ എത്തുന്നതിൻ്റെ അളവ് സിഗ്നിഫിക്കൻ്റ്ലി കുറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയൻ്റെ സിംറ്റംസ് എന്ന് നോക്കാം. സ്ലീപ്പ് ഏപ്നിയ ഉള്ളവർ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ കൂർക്കം വലിയായിരിക്കും ഏറ്റവും വലിയ സിംറ്റം അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറയുന്നത്. ഇത് കിടന്നുറങ്ങുന്ന ഇവർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ഇവരുടെ കൂടെ കിടന്നുറങ്ങുന്നവർക്ക്, ഇവരുടെ വൈഫാവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ അതേ റൂമിലോ അതേ വീട്ടിലോ കിടന്നുറങ്ങുന്നവർക്ക് ഇത് കൃത്യമായിട്ടും മനസ്സിലാവും. അത്രയും ലൗഡായിട്ടുള്ള സ്നോറിങ് ആയിരിക്കും. ഇങ്ങനെ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് ഇവരുടെ ശ്വാസം വലിക്കുന്നത് നിൽക്കും. അപ്പോൾ കൂർക്കം വലി നിൽക്കും. ചിലരിങ്ങനെ കൂർക്കം വലിക്കുന്നത് കംപ്ലീറ്റ്ലി നിഷേധിക്കാറുണ്ട്. കൂർക്കം വലിക്കാറൊന്നും ഇല്ലാന്ന് തന്നെ പറയും. പക്ഷേ ഇവരുടെ പാർട്ട്നേഴ്സ് ഇവരുടെ സത്യം പറയാറുണ്ട്. പക്ഷേ ഇവർക്ക് കൂർക്കം വലിക്കുന്ന അറിയുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നത്, ശ്വാസം എടുക്കുന്നത് കുറച്ച് സമയത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ആഴത്തിലുള്ള ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ എണീക്കുന്നത്, ഉണരുന്നത്, അത് ഇവർക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടാകും. ഇതിൻ്റെ അർത്ഥം കൂർക്കം വലിക്കുന്ന എല്ലാവർക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ ഉണ്ടാവണമെന്നല്ല. സ്ലീപ്പ് ഏപ്നിയൻ്റെ സ്റ്റേജിൽ എത്തിയവർക്ക് സ്നോറിങ് സാധാരണ കോമൺലി കാണാറുണ്ട്. തിരിച്ച് സ്ലീപ്പ് ഏപ്നിയ ഉള്ളവർക്ക് ചിലപ്പോൾ സ്നോറിങ് ഇല്ലാതെയും ശ്വാസം എടുക്കുന്നത് ഇടയ്ക്ക് നിലച്ച് പോകാറുണ്ട്. അതുകൊണ്ട് കൂർക്കം വലിക്കുന്നത് മാത്രമാണ് സ്ലീപ്പ് ഏപ്നിയൻ്റെ സിംറ്റം എന്ന് വിചാരിക്കരുത്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയത്ത് തളർച്ച ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, കൃത്യമായിട്ടും ഉറങ്ങിയിട്ടില്ല എന്നുള്ള ഒരു തോന്നലുണ്ടാവും. ഇവർ കൃത്യസമയത്ത് രാത്രി കിടന്നുറങ്ങാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് അനുഭവപ്പെടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി എണീക്കുന്ന കാര്യങ്ങളും ഇവരും ഇവരുടെ പാർട്ട്ണറും ശ്രദ്ധിച്ചിട്ടുമുണ്ടാകും. പകൽ സമയത്ത് ഇവർക്ക് കൂടുതലായിട്ടും ഉറക്കം വരും. രാത്രി സമയത്ത് ഉറങ്ങാൻ പറ്റാത്തത് കാരണമാണിത്. ഇതൊരു സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് ഇവർക്ക് തന്നെ അറിയുന്നതുകൊണ്ട് ഇവർക്ക് ആങ്സൈറ്റി ഉണ്ടാവും, ഭയം ഉണ്ടാവും, ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, മൂഡ് ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോ പ്രാവശ്യം ശ്വാസം നിലച്ചു പോകുന്ന സമയത്ത് ഇവരുടെ രക്തത്തിലേക്കുള്ള ഓക്സിജൻ്റെ അളവാണ് കുറഞ്ഞു പോകുന്നത്. ഇത് കാരണം ഇവരുടെ കോൺസെൻട്രേഷന് പ്രശ്നങ്ങളുണ്ടാവാം, മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവാം, ഒരു ടാസ്കിൽ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാം. ഇവർക്ക് ഡ്രൈ മൗത്ത് എല്ലാ സമയത്തും അനുഭവപ്പെടാറുണ്ട്, പ്രത്യേകിച്ചും രാവിലെ സമയത്ത്. കാരണം ഇവർ മൂക്കിലൂടെ ശ്വാസം വലിക്കുന്നതിനേക്കാളും കൂടുതൽ വായിലൂടെ ആയിരിക്കും ശ്വാസം വലിക്കുന്നത്. സ്ലീപ്പ് ഏപ്നിയുള്ള അധികം ആൾക്കാർക്കും രാത്രി സമയത്ത് ഉറങ്ങുമ്പോൾ
ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി എണീക്കേണ്ട ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട്. സ്ലീപ്പ് ഏപ്നിയയും ഒബീസിറ്റിയും ഓവർ വെയ്റ്റും റിലേറ്റഡ് ആണ്. സ്ലീപ്പ് ഏപ്നിയുള്ള അധികം ആൾക്കാരും ഒബീസോ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആയിരിക്കും. ഇവരുടെ ബ്ലഡ് പ്രഷറും കൂടുതലായിരിക്കും. നോർമൽ ബ്ലഡ് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും ഇവരുടെ ബ്ലഡ് പ്രഷർ. ചിലർക്ക് രാവിലെ സമയത്ത് ഹെഡേക്കും അനുഭവപ്പെടാറുണ്ട്. മറ്റു ചിലർക്ക് ഐലെറ്റ്സിൽ ഇൻഫ്ലമേഷൻ പോലെ അല്ലെങ്കിൽ തടിപ്പ് പോലെ റെഡ്നെസ് പോലെയൊക്കെ ഉണ്ടാവാറുമുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് സ്ലീപ്പ് ഏപ്നിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കുന്നത് പ്രധാനമായിട്ടും ഹിസ്റ്ററിയിലൂടെയാണ്. നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിനെക്കുറിച്ച് ചോദിക്കും. കൂർക്കം വലിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തും ചോദിക്കാറുണ്ട്. പകൽ സമയത്ത് ഉറങ്ങുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഫിസിക്കൽ എക്സാമിനേഷൻ അത്യാവശ്യമാണ്. നിങ്ങളുടെ കഴുത്ത്, മൂക്ക്, മൗത്തും ത്രോട്ടും എല്ലാം ഡോക്ടേഴ്സ് ഫിസിക്കലി നോക്കാറുണ്ട്. ENT ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്കോപ്പ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് സ്ലീപ്പ് ഏപ്നിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള ക്വസ്റ്റിനെയർസും ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് സ്റ്റോപ്പ് ബാങ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. പക്ഷേ സ്ലീപ്പ് ഏപ്നിയ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുന്ന ഒരേ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പോളിസോംനോഗ്രഫിയാണ്. അതായത് സ്ലീപ്പ് സ്റ്റഡിയാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ടും കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് പോളിസോംനോഗ്രഫി എന്ന് പറയുന്നത്. സ്ലീപ്പ് ഏപ്നിയൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയയിൽ ഒബ്സ്ട്രക്ഷൻ മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് CPAP ആണ്. അതായത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ തെറാപ്പി ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരു മാസ്കും ഒരു ചെറിയ ആവി പിടിക്കുന്ന പോലത്തെ ഒരു മെഷീനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു പോസിറ്റീവ് പ്രഷർ നമ്മളുടെ എയർവേസിൽ ഫുൾ ടൈം നിലനിർത്താൻ സാധിക്കും. ഇങ്ങനെ ഈ മെഷീൻ ഉണ്ടാക്കുന്ന പോസിറ്റീവായിട്ടുള്ള എയർവേ പ്രഷർ കാരണം എയർവേസിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായി നല്ല രീതിയിൽ ഉറക്കവും കിട്ടും ചെയ്യും. CPAP എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ ഉള്ളവർക്ക് ലൈഫ് സേവിങ് ഒരു മെത്തേഡും കൂടിയാണ്. പക്ഷേ CPAP മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് മൂക്കിലും വായിലും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു മാസ്ക് ധരിക്കേണ്ടി വരും. ഇത് തുടങ്ങുന്ന സമയത്ത് അധികം പേർക്കും അൺകംഫർട്ടബിൾ ആയിരിക്കും. ചിലർ ഇത് ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല. പക്ഷേ CPAP കൃത്യമായിട്ടും ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെക്കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഇവർക്ക് ഉണ്ടാകുന്നത്. CPAP കൃത്യമായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ഉപയോഗിച്ചിട്ട് ഇഫക്റ്റ് ഇല്ലാതെ തോന്നുന്നവർക്കും മാൻഡിബുലർ അഡ്വാൻസ്മെൻറ്റ് ഡിവൈസസ് ഉപയോഗിക്കാം. ഇത് CPAPന് അത്രയും ഇഫക്റ്റീവ് അല്ല. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് മാൻഡിബിൾ, അതായത് ലോവർ ജോയിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് ലോവർ ജോയിൻ്റെ പൊസിഷനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് എയർവേ അടഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡിവൈസസ് വർക്ക് ചെയ്യുന്നത്. ഇത് മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ഏപ്നിയ ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ മാൻഡിബുലർ അഡ്വാൻസ്മെൻറ്റ് ഡിവൈസസ് ഉപയോഗിക്കുന്ന 3-ൽ ഒരാൾക്ക് ഈ ഡിവൈസ് കാരണം പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പി എന്ന് പറയുന്നത് CPAP മെഷീൻസ് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇതുകൂടാതെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നത് നല്ലതാണ്. കാർഡിയോ എക്സസൈസസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടർ കൺസൾട്ടേഷൻ നിർബന്ധമായിട്ടും എടുക്കുന്നത് നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും മെഡിറ്ററേനിയൻ ഡയറ്റ് ഹൈലി റെക്കമെൻഡഡ് ആണ്. ഡയറ്റിലുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരുന്നതാണ്. പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാവുന്നതാണ്. ഇനി വൈറ്റമിൻസിൻ്റെയും സപ്ലിമെൻറ്റ്സിൻ്റെയും കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ആൻറ്റി ഓക്സിഡൻസിനാണ് സ്ലീപ്പ് ഏപ്നിയൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ച് ഞാൻ ഈ ചാനലിൽ തന്നെ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. വൈറ്റമിൻ ഡിയുടെ ലെവലും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയയും തമ്മിൽ ബന്ധമുണ്ടെന്നും ചില കൊഹോർട്ട് സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 8 വീക്സ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനനുസരിച്ച് തന്നെ സ്ലീപ്പ് ഏപ്നിയൻ്റെ സിംറ്റംസ് കുറച്ച് നിർത്താമെന്നും ഈ സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈറ്റമിൻ ഡി മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ് ഏപ്നിയ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാമെന്നൊന്നും ഒരിക്കലും പറയാൻ സാധിക്കുന്നതല്ല. മറ്റൊരു സപ്ലിമെൻറ്റ് ഉപയോഗിക്കാവുന്നത് നൈട്രേറ്റ്സ് ആണ്. നൈട്രേറ്റ്സിന് രക്തക്കുഴലിനെയും എയർവേസിലുള്ള മസിൽസിനെയും ഡയലേറ്റ് ചെയ്യിപ്പിക്കാൻ, അതായത് വികസിപ്പിക്കാനുള്ള കഴിവുള്ളതാണ്. അപ്പോൾ സിട്രുലിൻ, അർജിനിൻ, നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സൊക്കെ സ്ലീപ്പ് ഏപ്നിയ ഉള്ളവർ ഉപയോഗിക്കുകയാണെങ്കിൽ രാവിലെ സമയത്ത് ഇവർക്ക് ഇത് കാരണം ഉണ്ടാകുന്ന ഹൈ ബ്ലഡ് പ്രഷർ അത് നോർമലൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഡയറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഡയറ്റ്സിനും സ്ലീപ്പ് ഏപ്നിയയിൽ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ റിസർച്ചസ് നടത്തിയിട്ടുള്ളത് ഒന്ന് പാലിയോ ഡയറ്റാണ്. ലോ കാർബ് ഡയറ്റ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്ലീപ്പ് ഏപ്നിയൻ്റെ കൂടെ ഡയബറ്റീസും കൂടി ഉണ്ടെങ്കിൽ ലോ കാർബ് ഡയറ്റിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് പാലിയോ ഡയറ്റ് നോക്കുന്നതായിരിക്കും. മറ്റൊരു ഡയറ്റ് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റാണ്. മെഡിറ്ററേനിയൻ ഡയറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റാണ്. മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടില്ലെങ്കിലും സ്ലീപ്പ് ഏപ്നിയൻ്റെ സിംറ്റംസിൽ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള കാർഡിയോ എക്സസൈസസും കൃത്യമായിട്ടുള്ള സ്ലീപ്പ് ഹാബിറ്റ്സും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഫൈനലി ലാസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറിയാണ്. CPAP ഉപയോഗിച്ചിട്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഡയറ്റ് ഉപയോഗിച്ചിട്ടും മാൻഡിബുലർ അഡ്വാൻസ്മെൻറ്റ് ഡിവൈസസ് ഉപയോഗിച്ചിട്ടൊന്നും ഒരു മാറ്റവും കാണുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിവൈസസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ സർജറി തന്നെയാണ്.
സർജറിയിൽ ഈ എയർവേസ് കൺസ്ട്രിക്റ്റഡ് ആവുന്നത് ആ ഒബ്സ്ട്രക്ഷൻ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള സർജറീസ് ചെയ്യുന്നത് ENT അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് സർജൻസ് ആണ്. ഡോഫോഡിയിലും ഇത്തരത്തിലുള്ള സർജൻസിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. സർജറിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലിൽ വരുത്താവുന്ന മറ്റ് മോഡിഫിക്കേഷൻസ് പറയുന്നത് ആൽക്കഹോൾ ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. ആൽക്കഹോളിസം കുറയ്ക്കുന്നതിനനുസരിച്ച് തന്നെ സ്ലീപ്പ് എപ്നിയൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സ്ലീപ്പ് എപ്നിയക്ക് പറ്റിയിട്ടുള്ള ഡയറ്റും സപ്ലിമെൻറ്റ്സും നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഡയറ്റ് ചാർട്ടൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർവീസസും ഓൺലൈനായിട്ട് ഡോഫോഡിയിൽ അവൈലബിൾ ആണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള സേവനങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. സ്ലീപ്പ് എപ്നിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കണ്ടീഷൻ തന്നെയാണ്. കാരണം സ്ലീപ്പ് എപ്നിയ കൃത്യമായിട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സഡൻ ഡെത്ത് സ്ലീപ്പിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്സ് വരാം, സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാം. സ്ലീപ്പ് എപ്നിയ ഇല്ലാത്ത ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരേ പ്രായം, ഒരേ ജെൻഡർ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഓൾ കോസ് മോർട്ടാലിറ്റി, അതായത് പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നേരത്തെ മരണത്തിലേക്ക് എത്താനുള്ള സാധ്യത സ്ലീപ്പ് എപ്നിയ ഉള്ളവർക്കാണ് കൂടുതലുള്ളത്. നിങ്ങൾക്ക് ഇനി സ്ലീപ്പ് എപ്നിയനെ കുറിച്ച് കൂടുതൽ എന്തൊക്കെയാണ് അറിയേണ്ടത്? വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സ്ലീപ്പ് എപ്നിയനെ കുറിച്ച് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.